അതായത് നമ്മളുടെ മനസ്സിൽ ചുറ്റുമുള്ള തിന്മകളോടും അതുപോലെ തന്നെ അനീതികളോടും ഒരു എതിർപ്പെങ്കിലും മനസ്സിലുണ്ടാവണം. ഈ എതിർപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകളുണ്ടാവും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രത്യേകിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതൊന്നും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ പാടില്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? തിന്മകളോട് അനീതികളോട് ഒക്കെ മനസ്സിലെങ്കിലും ഒരു 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 സമരബോധം ഉണ്ടാവണം. അതിനോടൊരു എതിർപ്പുണ്ടാവണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? തിന്മകളോടും തെറ്റുകളോടും ചുറ്റുമുള്ള അത്തരം കാര്യങ്ങളോടൊന്നും നമ്മളുടെ മനസ്സിൽ പോലും ഒരസ്വസ്ഥതയുമില്ല, ഒരു എതിർപ്പും ഇല്ലെങ്കിൽ നമുക്ക് ഈമാനില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈമാനുള്ളവർ എന്തുണ്ടാവണം? സാമൂഹിക ബോധം ഉണ്ടാവണം, തിന്മകളോട് എതിർപ്പുണ്ടാവണം, അത് നിർവഹിക്കുന്ന കൂട്ടായ്മകളിൽ നമ്മൾ ഉണ്ടാവണം, അതിൻ്റെ ഭാഗമായി നിന്ന് അത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകണം.